തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ മുസ്ലിം ലീഗ് നേരത്തെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനതല യോഗങ്ങൾക്ക് ശേഷം ജില്ലകളിൽ യോഗം ചേർന്നു, ജില്ലകൾക്ക് ചുമതലകൾ കൊടുത്തു. അവർ ജില്ലകളിൽ പോയി മണ്ഡലം തല യോഗങ്ങൾ വിളിച്ചുകൂട്ടി. പിന്നീട് പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലേക്ക് പോയി ഒരുക്കങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ നറുക്കെടുപ്പ് ആരംഭിച്ചു. നറുക്കെടുപ്പോടുകൂടി ചിത്രങ്ങൾ വ്യക്തമാകും. നറുക്കെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ആ ചർച്ചകൾ 1-2 ദിവസം കൊണ്ട് പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ ഓരോ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി നിർണയം നടക്കും. വളരെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ UDF സജ്ജമായിരിക്കും. ലീഗിന്റെ ഈ 3 ടേം ഒരു നിബന്ധന ഉണ്ടായിരുന്നല്ലോ, അത് ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നിബന്ധന ഇത്തവണയും തുടരാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആർക്കും കൊടുത്തില്ല. പലരും മത്സരിച്ചിരുന്നു, അത് മറികടന്നുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് അതിന് നടപടി എടുക്കുകയും ചെയ്തിരുന്നു. അവര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ആദരണീയനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെയും KP മജീദ് സാഹിബിന്റെയും നേതൃത്വത്തിൽ എടുത്ത തീരുമാനം ഇത്തവണയും തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, അത് അതിന്റെ സമയത്ത് ഞങ്ങൾ തീരുമാനിക്കും. അതിനിടയിൽ ഈ കൊടുവള്ളിയിൽ കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSU നടത്തിയ ഒരു ബാനർ വലിയ പ്രശ്നമായിരുന്നു. ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്ക് അതിന് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നോ? അല്ല, അത് പ്രാദേശികമായി കേരളത്തില് ലക്ഷക്കണക്കിന് 10,000-കണക്കിന് വിദ്യാലയങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ മുന്നണി സംവിധാനം ഇല്ലാതാവും. അത് താൽക്കാലികമായ പ്രാദേശികമായ ഒരു പ്രശ്നമാണ്. അത് തീർന്നു പോയി. അല്ല, അതിന് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി കഴിഞ്ഞു. ഈ മുനമ്പം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ലീഗ് കാണുന്നത്? അതിന് മുസ്ലിം ലീഗ് സാധാരണ കോടതി വിധികളെ പോലെ തന്നെ കാണുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, അത് വഖഫാണോ ഇല്ലയോ എന്ന് നിയമവൃത്തങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ അവിടെ അവകാശമുള്ള ന്യായമായി രേഖകൾ കൈവശമുള്ള ആളുകളെ അവിടെ നിന്ന് ഒരു കാരണവശാലും കുടിയിറക്കാൻ പറ്റില്ല. അതിനാവശ്യമായ സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെന്റിന് കഴിയും. കോടതി വിധി വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഈ ഇരു കക്ഷികളെയും വിളിച്ചിരുത്തി സംസാരിച്ച് ഗവൺമെന്റ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ തീരാവുന്ന പ്രശ്നം അവിടെയുള്ളൂ. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഗവൺമെന്റ് അത് നീട്ടിക്കൊണ്ടുപോയി 2 സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ഒരു അവസരം എന്ന നിലക്ക് അത് നീട്ടിക്കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന നയത്തിലേക്ക് ഇവരെത്തി. അല്ല, അതെന്തോ ആവട്ടെ. പക്ഷെ അവിടുത്തെ പ്രശ്നം ഞങ്ങൾ ആ തർക്കത്തിലേക്ക് നേരത്തെ കടന്നിട്ടില്ല. ആ തർക്കം തീർക്കേണ്ടത് കോടതിയും നിയമകാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാൻ, അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഒരു ഗവൺമെന്റിന് വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അതിന് ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, അവരെ ആലോചന അവർ നടത്തട്ടെ. ഞങ്ങളുടെ ആലോചന ഞങ്ങൾ പറഞ്ഞു. UDFും മുസ്ലിം ലീഗും ഈ നിലപാടിലാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് നേരത്തെയുള്ള നിലപാട് ഇതാണ്. ഗവൺമെന്റ് വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന പ്രശ്നമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്ടെന്ന് ഞങ്ങളത് തീർക്കും. അല്ല, ഞങ്ങള് UDFന്റെ ജനകീയ അടിത്തറ വിപുലമാക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. കോൺഗ്രസാണ് ഈ മുന്നണിയെ നയിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ കോൺഗ്രസാണ്, കൺവീനറും കോൺഗ്രസാണ്. അപ്പൊ UDFനെ നയിക്കുന്ന കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും UDFന്റെ അടിത്തറ വിപുലമാക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. UDFല് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇടക്കാലത്ത് ഈ കോൺഗ്രസിലെ അഭിപ്രായ തർക്കങ്ങൾക്കെതിരെ ലീഗ് നേതൃത്വത്തെ സമീപിക്കും, വേണമെങ്കിൽ ഹൈക്കമാൻഡിനെ കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട്? അതൊക്കെ നിങ്ങളാ പറഞ്ഞു. വേണമെങ്കിൽ ഹൈക്കമാൻഡിനെ കാണും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ച കോൺഗ്രസുമായി നടത്തും എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ചർച്ചകളിലെല്ലാം പരിഹരിക്കപ്പെടുമല്ലോ. UDFന്റെ ഒരു സ്വഭാവമല്ലേ. ഹൈക്കമാൻഡിൽ കാണേണ്ട ആവശ്യമില്ല. ഹൈക്കമാൻഡിനെ കാണും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നതിന് ഞങ്ങൾ ശരിവെക്കേണ്ട ആവശ്യമില്ലല്ലോ.
UDFന്റെ ജനകീയ അടിത്തറ UDFന്റെ ആശയ ലക്ഷ്യങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അതുപോലെ ഈ പേരാമ്പ്രയിലുണ്ടായ വിഷയം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ വിഷയത്തിൽ കാണുന്നത്? അത് കേരളത്തിലെ പോലീസിന്റെ ക്രമസമാധാന നില പാലനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഒരു ജനപ്രതിനിധിയെയാണ് ഒരു ഉത്തരവോ ഒരു ലാത്തിചാർജിന് ആഹ്വാനോ SP-യുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു വിസിൽ പോലും അടിക്കാതെ ഒരു പോലീസുകാരൻ പ്രകോപനം ഉണ്ടാക്കി അടിച്ചത്. അതിന് യാതൊരു ന്യായീകരണവുമില്ല. അടിക്കാൻ പ്രേരിപ്പിച്ചവരെയും അതിന് ഗൂഢാലോചന നടത്തിയവരെയും മതിയായ രൂപത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കുന്നവരെ UDF അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല.